ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മുടെ PMSCയുടെ ക്ലാസ്സിൽ നമ്മൾ ഈ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിഫറെൻറ്റ് ഫേസസ് പറഞ്ഞു. അതിനുശേഷം ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 3 പഠിച്ചു അല്ലേ? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ഇത് 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് സ്പൈറൽ മോഡലും എജൈൽ മോഡലും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം സ്പൈറൽ മോഡൽ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാട്ടർഫോൾ മോഡലിനകത്തുള്ള ആ ഒരു 6 ഫേസസ് തന്നെയാണ് ആക്ച്വലി ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനകത്തും ഉള്ളത്. ഓക്കെ, പക്ഷെ ചിലതിനകത്ത് ആ ഒരു രീതിയിൽ വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇതിന് സ്പൈറൽ മോഡൽ എന്ന് പറയാൻ കാരണം ഇതിന്റെ നിങ്ങൾ ഡയഗ്രാം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ വരച്ചേക്കുന്നത്. ഈ സ്പൈറൽ ഷേപ്പിനകത്ത് നമുക്ക് 4 ക്വാഡ്രന്റ് കാണാം. ഒന്ന് ഒബ്ജക്റ്റീവ് ഡിറ്റർമിനിങ്, രണ്ടാമത്തെ റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിസോൾവിങ്, മൂന്നാമത്തെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും, നാലാമത്തെ ഇവാലുവേഷൻ. ഓക്കെ, അപ്പം ഇവാലുവേഷൻ അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ സ്പൈറൽ ഷേപ്പിൽ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 2 മോഡൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായേക്കുന്നതാണ്. നമ്മുടെ വാട്ടർഫോൾ മോഡലും ഓക്കെ, അതേപോലെ തന്നെ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. നമ്മൾ പഠിച്ച വാട്ടർഫോൾ മോഡലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയററ്റിക്കൽ മെത്തേഡാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഓരോ ഫേസസും ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക ചെയ്യാം അല്ലെ? ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും, റിക്വയർമെന്റ് അനാലിസിസ് നടത്തും അല്ലെ? അതിൽ നിന്ന് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കും. ഓക്കെ, ദെൻ കോഡിങ് ചെയ്യും, ടെസ്റ്റിംഗ് ചെയ്യും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പിന്നെ പ്രോട്ടോടൈപ്പ് മോഡലിനകത്താണെങ്കിൽ ആദ്യം കസ്റ്റമേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു നല്ലൊരു പ്രോട്ടോടൈപ്പ്, ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. അതായത് സോഫ്റ്റ്വെയറിന്റെ ഒരു ടോയ് മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് അത് കസ്റ്റമറുമായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കസ്റ്റമർ എന്തൊക്കെ സജഷൻസ് പറയുന്നു അതൊക്കെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ലാസ്റ്റ് നല്ലൊരു ഡിസൈനിൽ എത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡിസൈനിനെ ബേസ് ചെയ്തുകൊണ്ട് കോഡിങ്ങും ബാക്കിയുള്ള വർക്കുകളും ഒക്കെ ചെയ്യും. ഈ 2 കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് സ്പൈറൽ മോഡൽ. അപ്പൊ ഞാനിത് ഇങ്ങനെ വരച്ചത് കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ, സ്പൈറൽ ആണെന്ന് മനസ്സിലാക്കുക. ഈ 4 ഫേസസ് എഴുതി വെച്ചിട്ടുള്ള ഫിഗർ എക്സാമിന് വരച്ചാൽ മതി. ഇതിലും കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, പ്ലാനിങ്, ദെൻ എഞ്ചിനീയറിംഗ്, റിസ്ക് അനാലിസിസ്, റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഫേസസ് ആണ്. ഓക്കെ, ഈ 4 ഫേസസ് 4 ക്വാഡ്രന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് റിസ്ക് അനാലിസിസ് എന്നുള്ളത് 2 ആക്കിന്റെ റിസ്ക് അനാലിസിസും പ്രോട്ടോടൈപ്പിംഗും ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, ഈ പ്രോട്ടോടൈപ്പിങ്ങിനകത്ത് ആദ്യത്തെ ഇതിൽ ഒരൊറ്റ കാര്യം മനസ്സിലാക്കാം. 4 ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 4 ഫേസസ് ആണ്. ഓരോ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഓരോ സ്പൈറലിന്റെ ഓരോ ഈ സർക്കിൾസ് ഉണ്ടല്ലോ. ഓക്കെ, ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഐട്രേഷൻ ആണ്. ഓക്കെ, ഒരു ഐട്രേഷൻ ആണ്. വാട്ടർഫോൾ മോഡലില് 2 തരം വാട്ടർഫോൾ ഉണ്ട്. ക്ലാസിക്കൽ വാട്ടർഫോൾ ഉണ്ട്, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഒരു ഇറ്ററേഷൻ ആണ് ഈ ലൂപ്പ് എന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്പൈറൽ ഷേപ്പ്. ഇനി അടുത്ത സ്പൈറലിൽ അടുത്ത ഇറ്ററേഷൻ ആണ്, ഒരു ലൂപ്പാണ്. അതിനടുത്ത സ്പൈറലിൽ അടുത്ത അപ്പോൾ നോക്കൂ, പ്രോട്ടോടൈപ്പിനകത്ത് ആദ്യം ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. പ്രോട്ടോടൈപ്പ് 1, പിന്നെ പ്രോട്ടോടൈപ്പ് 2, പിന്നെ പ്രോട്ടോടൈപ്പ് 3. ഇതിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച കുറേ ഫേസസ് ഒരുമിച്ചാണ് വരുന്നത്. ഡിസൈനിങ്, കോഡിങ്, ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ, ഓപ്പറേഷൻ, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്? അടുത്ത സ്റ്റെപ്പ് എന്താണോ അത് പ്ലാൻ ചെയ്യും. ഓക്കെ, വീണ്ടും അതെന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. അതിൽ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ പുതിയതുണ്ടാവും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? അതിൽ റിസ്ക് അനാലിസിസ് ചെയ്യും. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് എടുത്തിട്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പം എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്ത് വരും
ഏതൊക്കെ നമുക്കത് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് 2 ആണ് തൊട്ട് മുന്നേ ഉണ്ടാക്കിയെങ്കിൽ പ്രോട്ടോടൈപ്പ് 3 ഉണ്ടാകും ഈ ഒരു ഇറ്ററേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും. ആ പ്രോട്ടോടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് കോഡ് ഉണ്ടാക്കും, കോഡിനെ ടെസ്റ്റ് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ദെൻ അടുത്ത പുതിയൊരു പ്ലാനിലോട്ട് പോകും. അങ്ങനെ ഇങ്ങനെയുള്ള കുറേ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഈ സ്പൈറലിന്റെ ലൂപ്പിന്റെ എണ്ണം ഒരുപക്ഷെ കൂടുതലുണ്ടാവും. ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് കുറവായിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഈ ഒരു മോഡലിന്റെ സ്ട്രക്ചർ. നിങ്ങൾ എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. നിങ്ങൾ നേരത്തെയുള്ള ഫിഗർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് മോഡൽ അപ്പിയേഴ്സ് ലൈക്ക് എ സ്പൈറൽ വിത്ത് മെനി ലൂപ്പ്. അല്ലെ, സ്പൈറൽ ഷേപ്പ് ആണ്, കുറെ ലൂപ്സ് ഉണ്ട്. ദി എക്സാക്ട് നമ്പർ ഓഫ് ലൂപ്സ് ഇൻ ദ സ്പൈറൽ ഈസ് നോട്ട് ഫിക്സഡ്. കണ്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ ഒരു പക്ഷേ കോംപ്ലിക്കേറ്റഡ് പ്രോജക്റ്റ് ആകുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലുള്ള പ്രോജക്റ്റ് ആകുമ്പോൾ ലൂപ്പിന്റെ എണ്ണം കൂടും. അതേസമയം ചെറിയ പ്രോജക്ട്സ് ആകുമ്പോൾ 2-3 സ്പൈറലുണ്ട്, അല്ലെങ്കിൽ 2-3 സർക്കിൾസ് കൊണ്ട് കംപ്ലീറ്റ് ആവും. ഈച്ച് ലൂപ്പ് ഓഫ് ദി സ്പൈറൽ റെപ്രസെന്റ് എ ഫേസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം നമ്മൾ നോർമലി സ്പൈറലിനകത്ത് 4 ഫേസസ് എന്നാണ് പറയാ. പക്ഷെ ഈ സ്പൈറൽ ഷേപ്പ്, ഒരു സർക്കുലർ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇറ്ററേഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ ഈ പറഞ്ഞ 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈച്ച് ഫേസ് in this model split into 4 sectors or quadrants. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താ ചെയ്യാം? ഇവിടെ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യും. എന്തൊക്കെയാണോ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മുടെ റിക്വയർമെന്റ് ഗ്യാതറിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കും. അതിനുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ അത് കണ്ടല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ്സ് ദീസ് സൊല്യൂഷൻസ്. കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും ഒരു പ്രോജക്റ്റിന്, അതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നോക്കും. എന്തും ചെയ്യും, അതിൽ തന്നെ ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് നോക്കും. റിസ്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യും. അതാണ് ഈ റിസ്ക് റിസോൾവിങ് സെഷൻ, സെക്കൻഡ് ക്വാർട്ടർ. ദെൻ അപ്പോൾ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തി, റിക്വയർമെന്റ്സ് ഒക്കെ മനസ്സിലാക്കി, റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ നോക്കി, റിസ്ക് ഒക്കെ റിസോൾവ് ചെയ്തു. ഇവിടെ തന്നെ ചിലപ്പോൾ ഒരു പ്രോട്ടോടൈപ്പും ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫേസ് എന്ന് പറയുന്നതിന് മൂന്നാമത്തെ ക്വാഡ്രന്റ്. അവിടെ വെച്ചിട്ട് വീണ്ടും ഇത് കോഡിങ് എഴുതും. ഇവിടെ ഡിസൈനിങ് കഴിഞ്ഞു അല്ലേ, കോഡ് ചെയ്തും ടെസ്റ്റ് ചെയ്യും, എന്നൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കും. ആ പരിപാടികളൊക്കെ ഇവിടെ നടക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ കഴിഞ്ഞില്ലേ, ഡ്യൂറിങ് തേർഡ് ക്വാഡ്രന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് ഫേസ് ടേക്സ് പ്ലേസ്. ഇനി എന്ത് ചെയ്യും, അടുത്ത ഫേസ് പ്ലാൻ ചെയ്യും. ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താ ചെയ്യാം, ഫോർത്ത് ക്വാഡ്രന്റ് റിവ്യൂസ് ദ റിസൾട്ട്സ് ഓഫ് സ്റ്റേജസ്, ടവേഴ്സ് ആൻഡ് പ്ലാൻ ദി നെക്സ്റ്റ് ഇറ്ററേഷൻ. അടുത്ത ഇറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ചിലപ്പോൾ ഇതേ സാധനം തന്നെ കസ്റ്റമറായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓരോ ഇറ്ററേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കസ്റ്റമറായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം കസ്റ്റമറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഓക്കെ അല്ല, ആ പ്രോട്ടോടൈപ്പ് ഓക്കെ അല്ല എങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, പുതിയ പുതിയ ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ട് അതിനകത്ത് അതുകൂടി ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അതാണ് ദിസ് മോഡൽ കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് വാട്ടർഫോൾ ആൻഡ് പ്രോട്ടോടൈപ്പ് മോഡൽ. വാട്ടർഫോൾ മോഡലിൽ എല്ലാ ഫേസസും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടോടൈപ്പ് മോഡൽ പോലെ കുറെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഉള്ള 4 ഫേസസ് ആണ്. ഇത് തന്നെയാണ് ഇതിന്റെ വേറെ ഒരു പേരിൽ എഴുതുന്നുണ്ട്, പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, എഞ്ചിനീയറിംഗ്, എവല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ്സോടൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ഒരു സെക്ഷനാണ് പ്ലാനിങ് പറയുക, അല്ലാതെ ഇവിടെയല്ല. ഇത് ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് അടുത്ത ഫേസിന്റെ. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻ ദിസ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് റിപ്പീറ്റഡ്ലി passes through 4 phases in iterations known as spirals. കണ്ടോ, ഈ 4 ഫേസിലൂടെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ലൂപ്പ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രോജക്റ്റ്. തുടങ്ങി എവിടെ വെച്ചിട്ടാണ്, പ്ലാനിങ് ഫേസിലാണ് തുടങ്ങുക. പിന്നെ ഈ 4 ഫേസസ്, ഈ 4 ഏറ്റവും കൂടുതൽ ഫേസുകൾ കമ്പൈൻ ചെയ്തേക്കുന്നത് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫേസിനകത്താണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? തേർഡ് ഫേസിനകത്താണ് കുറെ
വേറെ നമ്മളെ അത് കാര്യങ്ങൾ, അതായത് കോഡിങ്, ടെസ്റ്റിങ്, ഇൻറ്റഗ്രേഷൻ, ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. അന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? പിന്നെ നമുക്ക് പറയാനുള്ളത് സ്പൈറൽ മോഡലിലെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു ഹാൻഡിൽ ഹൈ എമൗണ്ട് ഓഫ് റിസ്കുകൾ കൂടുതലുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇതാണ്. അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കലി, അതായത് സെക്കൻഡ് പോയിന്റ് തന്നെ ഉണ്ട്, അത് ടെക്നിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിഷൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ ഈ ഒരു സ്പൈറൽ മോഡൽ നല്ലതാണ്. കാരണം ഓരോ ഇറ്ററേഷൻസിലും റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഏർലി ഇൻ ദ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ. നിങ്ങൾക്കറിയാം, ആ സ്പൈറലിൽ നേരത്തെ തന്നെ ശരിക്കും പ്രോട്ടോടൈപ്പ് ഉണ്ടാകുന്നുണ്ട്. ആദ്യം ചെറിയ സ്പൈറലായിരിക്കുമ്പോൾ തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യവും കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യും. സോ അത് ആ പ്രോട്ടോടൈപ്പ് വലുതാക്കി കൊണ്ടുവരിക ചെയ്യാം. ഓക്കെ, അഡീഷണൽ ഫീച്ചേഴ്സ് ക്യാൻ ബി ആഡഡ് ലേറ്റർ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഏർലി എറർ എലിമിനേഷൻ, നമ്മൾ പറഞ്ഞു റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ വരുന്ന എറേഴ്സ് ഒക്കെ റിമൂവ്. പിന്നെ ടെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് എറേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ്, ക്യാൻ ബി എ കോസ്റ്റ്ലി മോഡൽ ടു യൂസ്. ഇത് കോസ്റ്റ്ലി ആണ്, ഇങ്ങനെ കുറേ മീൻസ് കുറേ ഐറ്ററേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ കുറച്ച് ടൈമും എടുക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ്ലി ആണ്. റിസ്ക് അനാലിസിസ് റിക്വയർസ് ഹൈലി സ്പെസിഫിക് എക്സ്പെർട്ടൈസ്. റിസ്ക് അനാലിസിസിന് വേണ്ടി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. ഡസ് നോട്ട് വെൽ ഫോർ സ്മോളർ പ്രോജക്ട്സ്. ഞാൻ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്ട്സിനാണ് ഇത് നല്ലത്. സ്മോളർ പ്രോജക്ട്സിന് ഈ ഒരു സ്പൈറൽ എടുത്തിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സംടൈംസ് സ്പൈറൽ മേ കണ്ടിന്യൂ ഇൻഫിനിറ്റ്ലി. ചില കേസിൽ ഈ സ്പൈറൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പൈറൽ ഷേപ്പിൽ തന്നെ അങ്ങ് പോകും ഇറ്ററേഷൻസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോജക്ട്സ് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഒരുപാട് സൈസ് കൂടുതലൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രോട്ടോടൈപ്പിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോജക്ട് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ റിസ്ക് അനാലിസിസ് ഫേസ്. റിസ്ക് അനലൈസ് ചെയ്യുന്ന ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റിന്റെ സക്സസ് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇത്രയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് അജൈൽ മോഡലാണ്. ഓക്കെ, അപ്പം നമ്മൾ 4 മോഡൽസ് പറഞ്ഞു. ഇനി അടുത്തത് അജൈൽ മോഡലിനകത്ത് പറയാനുള്ളത് ഒരു ഫ്ലെക്സിബിൾ മോഡലാണ് അജൈൽ. നമ്മൾ ഇതുവരെ ക്ലാസിക്കൽ വാട്ടർഫോൾ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട് ഫേസ് എന്നൊക്കെ പറഞ്ഞല്ലേ. സ്പൈറൽ മോഡലാണ്. അജൈൽ മോഡലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഫേസസ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ കുറച്ചുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, ഇത് എന്തിനാണ് ഈ അജൈൽ മോഡൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മൂവിങ് ക്വിക്ക്ലി, നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുക, പെട്ടെന്ന് റാപ്പിഡായിട്ട് അത് റിലീസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ്, സോഫ്റ്റ്വെയർ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റിന് എന്തായാലും നല്ല ക്വാളിറ്റി വേണം അല്ലേ, കസ്റ്റമേഴ്സിന് നല്ല സാറ്റിസ്ഫാക്ഷൻ വേണം, കസ്റ്റമേഴ്സിന് കഴിയുന്നതും പെട്ടെന്ന് കിട്ടണം. ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുണ്ടാക്കിയൊരു മോഡലാണ് അജൈൽ മോഡൽ. ഓക്കെ, ഞാൻ എജിലിറ്റി എന്താണെന്നുള്ളതാണ് താഴെ കൊടുത്തേക്കുന്നത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എജിലിറ്റി ഈസ് നത്തിങ് എൽസ് ബട്ട് മൂവിങ് ക്വിക്ക്ലി. ഓക്കെ, അപ്പം ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി ഇതിനകത്ത് നോക്കൂ, ഈ ഒരു ഫേസ് അജൈൽ മോഡലിനകത്ത് റിക്വയർമെന്റ്സ്, ഡിസൈന്, ഡെവലപ്പ്, ടെസ്റ്റ്, ഡിപ്ലോയ്, റിവ്യൂ, ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്പ്രിന്റ് എന്നാണ് ഇതിന് പറയാം. നേരത്തെ നമ്മൾ സ്പൈറലിനകത്ത് ഇങ്ങനത്തെ ഒരു സ്പൈറലായിരുന്നുള്ളത് അല്ലേ, ഒരു സ്പൈറലിന്റെ ഈ ഒരു സർക്കുലർ ഷേപ്പ് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, ഒരു ഇറ്ററേഷൻ എന്നാണ് അല്ലേ. ഇതിന് പറയാം സ്പ്രിന്റ് എന്നാണ്. ഇങ്ങനത്തെ 2-3 സ്പ്രിന്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോഫ്റ്റ്വെയർ എന്താവും, റെഡിയാവും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും നല്ല ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ കമ്പനീസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലാണ് അജൈൽ മോഡൽ. ഓക്കെ,
അപ്പോൾ ഇതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് എന്തൊക്കെ നോക്കാം. എ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഇസ് ദ കീ മെഷർ ഓഫ് പ്രോഗ്രസ് ഇൻ എ പ്രോജക്റ്റ്. നല്ല വർക്ക് ചെയ്യുന്ന ഒരു നല്ല സോഫ്റ്റ്വെയർ ആണ് അതിന്റെ ഒരു കീ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ ഷുഡ് ബി ഡെവലപ്ഡ് ആൻഡ് ഡെലിവേർഡ് റാപ്പിഡ്ലി ഇൻ സ്മോൾ ഇൻക്രിമെന്റ്സ്. ഓക്കെ, റാപ്പിഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡെവലപ്പ് ചെയ്യാനും റിലീസ് ചെയ്യാനും പറ്റും. ലേറ്റർ ചേഞ്ചസ് ഇൻ റിക്വയർമെന്റ് ഷുഡ് ബി എന്റർടൈൻഡ്. ചേഞ്ചസ് ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരുത്താം. കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആൻഡ് ഇൻവോൾവ്മെന്റ് ഓഫ് കസ്റ്റമർ ഈസ് നെസസറി. ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇതിനകത്തും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ദ ഡെലിവറി ഡേറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആർ ഡിസൈൻഡ് ബൈ എ ടീം ഓഫ് ടാലന്റഡ് ഇൻഡിവിജ്വൽസ്. കറക്റ്റ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഏറ്റെടുക്കാൻ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മോഡലിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അജൈൽ മോഡൽ. ഓക്കെ, അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു കുറച്ച് അഡ്വാൻറ്റേജസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, സ്യൂട്ടബിൾ ഫോർ ചേഞ്ചിങ് റിക്വയർമെന്റ്സ്. എപ്പോൾ വേണമെങ്കിലും റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യാൻ നമുക്കത് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഡെലിവറി ഓഫ് യൂസ്ഫുൾ സോഫ്റ്റ്വെയർസ്. നമുക്ക് അജൈൽ മോഡൽ വെച്ചിട്ട് റിപ്പീറ്റഡ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർസ് കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സേവ്സ് ടൈം, അതായത് റാപ്പിഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താണ്, ടൈം സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. നീഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് സ്കിൽഡ് എഞ്ചിനീയേഴ്സ്. അജൈൽ മോഡൽ ഇത്രയും നന്നാക്കി ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പേർട്സിന്റെ ആവശ്യം ഉണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ആൻലി ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിനുള്ള റിസ്ക് അനാലിസിസ് ഒക്കെ കുറെ പ്രാവശ്യം ചെയ്യുന്ന സ്പൈറൽ മോഡൽ പോലത്തെ ഒക്കെ മോഡൽ വേണം. ഓക്കെ, പിന്നെ മോർ റിസ്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി ആൻഡ് എക്സ്റ്റൻസിബിലിറ്റി. അതായത് നമ്മൾ റിസ്കിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും മെയിൻറ്റൈനബിലിറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ചില കുറച്ച് കോംപ്ലിക്കേഷൻസ് എന്തിനു വരുന്നുണ്ട്, അജൈൽ മോഡലിൽ വരുന്നുണ്ട്. കാരണം റാപ്പിഡ് ആയിട്ട് ചെയ്തു കൊടുക്കല്ലേ, എന്നാലും ബാലൻസ്ഡ് ആയിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇത്രയാണ് അജൈൽ മോഡൽ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ രണ്ട് മോഡലും പഠിക്കാൻ ഇനി നമുക്ക് പറയാനുള്ളത് ഈ അജൈൽ മോഡലിന്റെ വേറൊരു ഫിഗറാണ്. ഞാൻ നേരത്തെ കൊടുത്തില്ലേ സൈക്കിള്, ഒരു സ്പ്രിന്റ്, അതേപോലത്തെ സ്പ്രിന്റ്സ് ആണിത്. ചിലതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഡെവലപ്മെന്റ് 1, ഡെവലപ്മെന്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സ്പ്രിന്റ്സ് കാണാൻ പറ്റും. അതും ഫേസസ് തന്നെയാണ്. ഇങ്ങനത്തെ കുറെ സ്പ്രിന്റുകൾ ചേർന്നിട്ടാണ് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടാവുന്നത്. ഒരു സൈക്കിളാണിത്. ഓക്കെ, ഇങ്ങനത്തെ കുറെ സൈക്കിൾസ് ചേർന്നിട്ടാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പോകണ്ട. നിങ്ങൾ ആ ഞാൻ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്താണോ അത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കമ്പാരിസൺ ആണ് എടുക്കാനുള്ളത്. അത് നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് എഴുതി വെക്കണം. നിങ്ങൾക്ക് ഞാൻ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ തരാം. പക്ഷെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ. അപ്പൊ അജൈൽ മോഡലും വാട്ടർഫോൾ മോഡലും കമ്പാരിസൺ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അജൈൽ മോഡലിന്റെ ഒരു ഫിഗർ വരയ്ക്കാം, വാട്ടർഫോൾ മോഡലിന്റെ ഒരു ഫിഗർ വരയ്ക്കാം. ദെൻ അതിനെ പറ്റി കുറച്ച് പോയിന്റ്സ്, അതിന് അഡ്വാൻറ്റേജസിലും ഡിസഡ്വാൻറ്റേജസിലും ഉണ്ട് പോയിന്റ്സ്. അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇത് കമ്പൈൻ ചെയ്യാൻ പറ്റും. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു നമുക്കൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഇനി കമ്പാരിസൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാത്തിൻ്റെയും പറ്റി പറഞ്ഞു, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറഞ്ഞു. സോ അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.